ദിനേഷ് സാർ കേരള പോലീസിന്റെ ഇടി കൊണ്ടിട്ടുണ്ടോ? നോളജ് ഫാക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിനകത്ത് നമുക്ക് സിലബസിനകത്ത് പഠിക്കാനുള്ള നമ്മുടെ CPOയ്ക്കും WCPOയ്ക്കും അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറിനൊക്കെ ചോദിച്ചു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻ ആയിട്ടുള്ള ഒഫൻസസ് എഗെയിൻസ്റ്റ് ബോഡി അല്ലാന്നുണ്ടെങ്കിൽ ശരീരത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്ന ഒരു പോർഷനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്കും വീഡിയോസിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കമന്റ് ആയിട്ട് കൂടി ഒന്ന് രേഖപ്പെടുത്താനും കൂടി മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. നമ്മുടെ ഈ പറയുന്ന ഒഫൻസസ് എഗെയിൻസ്റ്റ് ബോഡി അല്ലെങ്കിൽ ശരീരത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളതെന്ന് പറയുന്നത് സെക്ഷൻ 299 എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കേസാണ്. അപ്പൊ എന്താണ് ഈ പറയുന്ന സെക്ഷൻ 299? ആദ്യം നമുക്ക് പഠിക്കേണ്ടത് സെക്ഷനും പഠിക്കുക, അതിന്റെ കാര്യം എന്താണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം അതിന്റെ ഡിഫൈൻ ചെയ്ത് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അപ്പൊ സെക്ഷൻ 299 നമുക്ക് ചോദിക്കുന്നത് എന്താണ്? കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ കുറ്റകരമായ നരഹത്യയെ കുറിച്ച് പറയുന്ന IPC സെക്ഷൻ ചോദിച്ചാൽ അത് ഏതാണ്? സെക്ഷൻ 299 ആണ്. അപ്പോൾ കുറ്റകരമായ നരഹത്യയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ ചോദിച്ചാൽ അത് ഏതാണ്? സെക്ഷൻ 299 ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയേക്കുക. അപ്പൊ എന്താണ് ഈ പറയുന്ന സെക്ഷൻ 299 എന്ന് പറഞ്ഞാൽ അറിയാമോ? സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. മറ്റൊന്നുമില്ല, എനിക്ക് ഇപ്പോ ഒരു വ്യക്തിയെ എന്ത് ചെയ്യണം? കൊല്ലണം. ഓക്കെ, എനിക്കിപ്പോ ഒരു വ്യക്തിക്ക് മരണം സംഭവിപ്പിക്കണം. ആ ഒരു ലക്ഷ്യത്തിൽ ഞാൻ എന്ത് ചെയ്യാണ്? ആ ഒരു വ്യക്തിക്ക് ശാരീരിക പീഡനങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ A എന്ന് പറയുന്നത് ഇപ്പൊ ഞാനാണ്. എനിക്ക് എന്ത് ചെയ്യണം? B എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊല്ലണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഇയാളെ കൊല്ലണം, അല്ലെങ്കിൽ B എന്ന് പറയുന്ന ആളെ കൊല്ലണം എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി എന്ത് ചെയ്യാണ്? ഞാൻ അയാൾക്ക് ശാരീരിക പീഡനങ്ങൾ ഏൽപ്പിക്കുകയാണ്. മാത്രമല്ല ഞാൻ എന്ത് ചെയ്യുന്നു? അയാളെ ആസൂത്രിതമായിട്ട് അല്ലെങ്കിൽ അയാളെ പ്ലാൻ ചെയ്തിട്ട് കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടികൾ കൂടി ഞാൻ ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വരുന്ന എന്താണ്? ഈ പറയുന്ന കുറ്റകരമായ നരഹത്യ എന്ന് പറയുന്ന ഈ ഒരു വകുപ്പിനകത്താണ് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അതാണ് ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നത്. ഒരാൾക്ക് മരണം ഉണ്ടാക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി എന്ത് ചെയ്യാണ്? ശാരീരിക പീഡനങ്ങൾ ഏൽപ്പിക്കുകയോ മരണം സംഭവിപ്പിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് മരണപ്പെടുത്തുകയോ ചെയ്യുന്നത് സെക്ഷൻ 299 പ്രകാരം കുറ്റകരമായ നരഹത്യയായിട്ട് കണക്കാക്കുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ എന്താണ് സെക്ഷൻ 299 എന്ന് ചോദിച്ചാൽ അത് കുറ്റകരമായ നരഹത്യയാണ്. ഒരു വ്യക്തിയെ ഇപ്പൊ കൊല്ലണം എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി അയാൾക്ക് ശാരീരിക പീഡനങ്ങൾ ഏൽപ്പിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്ത് അയാളെ കൊല്ലുകയോ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ഈ പറയുന്ന നരഹത്യക്കകത്ത്, കുറ്റകരമായ നരഹത്യക്കകത്ത് ഉൾപ്പെടുത്തും. 299 ഇതൊക്കെ വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ദൗർബല്യമോ രോഗമോ ഉള്ള വ്യക്തിയെ ശാരീരിക ഉപദ്രവം ചെയ്ത് മരണത്തിനിടയാക്കുന്നതും ഈ സെക്ഷൻ പ്രകാരം കുറ്റകരമാണ്. അപ്പൊ എന്താണ് പറയുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ദൗർബല്യമോ രോഗമോ ഉള്ള വ്യക്തിയെ ശാരീരിക ഉപദ്രവം ചെയ്ത് കൊല്ലുന്നത് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന 299 തന്നെ വരുന്നതാണ്. അതുപോലെ തന്നെ ശാരീരികമായ ഹാനിയാൽ മരണം സംഭവിപ്പിക്കുമ്പോൾ ഉചിതമായ പ്രതിവിധികളും നിപുണമായ ചികിത്സയും അവലംബിച്ച് ആ മരണം തടയാമെന്നെങ്കിലും അങ്ങനെയുള്ള ശാരീരികമായിട്ടുള്ള ഹാനി ഉളവാക്കുന്നയാൾ മരണം സംഭവിപ്പിക്കുന്നതായിട്ട് കരുതപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഞാൻ എന്ത് ചെയ്യുന്നു? ഇപ്പൊ A എന്ന് പറയുന്ന ഒരാള് B എന്ന് പറയുന്ന ആളിന്റെ തലയിൽ എന്ത് ചെയ്യുന്നു? കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് വടി എടുത്ത് അടിക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? A തല പൊട്ടി ചോര ഒലിച്ച് അവിടെ കിടക്കുകയാണ്. അപ്പൊ അയാൾ മരിക്കുന്നില്ല. പക്ഷെ Aക്ക് അറിയാം എന്താണ്? A B-യെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ രക്ഷപ്പെടും എന്നുള്ള കാര്യം ആർക്കറിയാം? Aക്ക് അറിയാം അല്ലെ? പക്ഷെ ഇത് കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ചെയ്തതാണ്. പക്ഷെ എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് തന്നെ A എന്ത് ചെയ്യുന്നു? അയാളെ ഈ ചോര വാർന്നൊലിച്ച് മരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ കിടത്തിയിട്ട് പോവുകയാണ്. അപ്പൊ ഇതും എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന സെക്ഷൻ 299 നമ്മൾ എന്ത് ചെയ്യുന്നു? ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ, അപ്പൊ ഒരു സെക്ഷൻ പറയുമ്പോൾ അതിനകത്ത് ഇതേപോലത്തെ സബ് ക്ലോസുകൾ അല്ലെങ്കിൽ സബ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് വരുന്നുണ്ട്. അപ്പോ കേരള PSC ഇതുവരെ ചോദിച്ചു വന്നുകൊണ്ടിരുന്നത് എന്താണ്? ഇതുപോലുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ ഇതുപോലുള്ള എക്സാമ്പിളുകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് വ്യക്തമായിട്ടൊരു സെക്ഷനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ചോദ്യത്തിന് ഉത്തരം എഴുതാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലാതെ 299 എന്ന് പറയുന്നത് ഈ പറയുന്ന കൾപ്പബിൾ ഹോമിസൈഡ് ആണെന്ന് പഠിച്ചുകൊണ്ട് പോയാൽ നമുക്ക് വേറെ ഗുണമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ശാരീരികമായ ഹാനി അല്ലെങ്കിൽ മരണം സംഭവിപ്പിക്കുമ്പോൾ ഉചിതമായ പ്രതിവിധികൾ അല്ലെങ്കിൽ അതിനെ തടയാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നെങ്കിൽ കൂടിയും എന്ത് ചെയ്യുന്നു?
അയാളെ മരണത്തിലേക്ക് തള്ളിയിടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ് ഈ പറയുന്ന കൾപ്പബിൾ ഹോമിസൈഡിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ്. കൂടാതെ മാതാവിന്റെ ഗർഭപാത്രത്തിലുള്ള ഒരു ശിശുവിന്റെ മരണം സംഭവിപ്പിക്കുന്നത് നരഹത്യയല്ല. എന്നാൽ ജീവനുള്ള ഒരു ശിശുവിന്റെ മരണം സംഭവിപ്പിക്കുന്നത് ആ ശിശുവിന്റെ ഏതെങ്കിലും ഭാഗം പിറന്നിട്ടുള്ള ഒരു അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശിശുവിന് ബ്രീത്തിങ് ഉണ്ട്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ പൂർണ്ണമായി പിറക്കുകയോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുറ്റകരമായ നരഹത്യയായിട്ട് കണക്കാക്കുന്നതാണ്. അപ്പൊ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ആ ലാസ്റ്റ് പറഞ്ഞ കണ്ടീഷൻ എന്താണ്? മാതാവിന്റെ ഗർഭപാത്രത്തിലുള്ള ഒരു ശിശുവിന്റെ മരണം സംഭവിപ്പിക്കുന്നത് നരഹത്യ അല്ല. ഓക്കെ, മാതാവിന്റെ ഗർഭപാത്രത്തിലുള്ള ശിശുവിന്റെ മരണം സംഭവിപ്പിക്കുന്നത് നരഹത്യ അല്ല. പക്ഷേ ആ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞെന്തെയാണ്? പൂർണ്ണമായി ഡെവലപ്പ് ആയ കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ബ്രീത്ത് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം ഒക്കെ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ആ കുട്ടിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന കണക്കിന് നമ്മൾ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അത് വരുന്നതും എന്താണ്? ഈ പറയുന്ന സെക്ഷൻ 299 വന്നിട്ട് കൾപ്പബിൾ ഹോമിസൈഡ് ആയിട്ട് കണക്കാക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന കൾപ്പബിൾ ഹോമിസൈഡ് അല്ലെങ്കിൽ കുറ്റകരമായ നരഹത്യക്കകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞ കേസ് ഇത്രയേ ഉള്ളൂ. ഒരാൾക്ക് മരണം ഉണ്ടാക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി ശാരീരിക പീഡനങ്ങൾ ഏൽപ്പിക്കുകയും മരണം സംഭവിപ്പിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്താലും അതെന്ത് വരുന്നു? ഈ പറയുന്ന 299 വരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ദൗർബല്യമുള്ള ഒരു വ്യക്തിയെ ശാരീരിക ഉപദ്രവം ചെയ്തുകൊണ്ട് മരണത്തിനിടയാക്കിയാൽ അതും എന്ത് ചെയ്യുന്നു? 299 വരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? ഒരാൾക്ക് മരണം സംഭവിപ്പിക്കുകയും അല്ലെങ്കിൽ സംഭവിപ്പിക്കാൻ ശ്രമിക്കുകയും എന്നാൽ അത് ശ്രമിക്കുന്നതിനിടയിൽ അയാൾക്ക് ശാരീരികമായിട്ട് മുറിവുകൾ സംഭവിച്ച് മരണത്തിന് കീഴടങ്ങുന്നതിന് മുൻപ് ചികിത്സയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? അത് നിഷേധിക്കുകയാണെങ്കിലും അതൊക്കെ എന്താണ്? ഈ പറയുന്ന 299 വരുന്നതാണ്. കൂടാതെ മാതാവിന്റെ ഗർഭപാത്രത്തിലുള്ള ശിശുവിനെ മരണം സംഭവിപ്പിക്കുന്ന നരഹത്യയല്ല. പക്ഷെ എന്താണ്? ഈ പറയുന്ന കുട്ടി ഡെവലപ്പ് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ, കുട്ടിക്ക് ബ്രീത്തിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? ഈ പറയുന്ന സെക്ഷൻ 299 ഉൾപ്പെടുന്നതാണ്. അപ്പൊ നമ്മൾ ഈ എടുക്കുന്ന ക്ലാസ്സുകളിലേക്ക് നോട്ട്സും മെറ്റീരിയൽസും ഒക്കെ നിങ്ങൾക്ക് വേണ്ടേ? അപ്പോൾ നോട്ട്സ് മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ ഈ പറയുന്ന CPO WCPO കോഴ്സ് ഗ്രൂപ്പിനകത്തായിരിക്കും അവൈലബിൾ ആവുക. അപ്പൊ നമ്മുടെ കോഴ്സിനകത്ത് ഈ എടുക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകളുടെയൊക്കെ എല്ലാ നോട്ട്സ്, PDF മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാംസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പർ, വർക്കൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ CPOയും അതുപോലെ തന്നെ നമ്മുടെ വിമൻ സിവിൽ പോലീസ് ഓഫീസർ കോഴ്സിലേക്കൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ജോയിൻ ചെയ്യുന്നതിനുള്ള പേയ്മെന്റ് എന്ന് പറയുന്നത് 500 രൂപ മാത്രമേ ഉള്ളൂ. പേയ്മെന്റിന്റെ ചെയ്യേണ്ട നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ശ്രദ്ധിക്കുക. 9911616972. ഇത് പേയ്മെന്റിന് വേണ്ടിയിട്ടുള്ള മാത്രം നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല. ഈ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് എന്ത് ചെയ്യുക? പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് വാട്സാപ്പിൽ അയച്ചു തരിക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അതേ ദിവസം തന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ CPO പരീക്ഷ എഴുതാൻ പോകുന്നവരും WCPO പരീക്ഷ എഴുതാൻ പോകുന്നവരും ഇന്ന് തന്നെ, ഒരാൾ വിടാതെ ഇന്ന് തന്നെ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതുവരെയുള്ള നോട്ട്സ് എന്തായാലും കിട്ടും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. ഒരു കാരണവശാലും ഈ ഒരു അവസരം മിസ് ചെയ്യരുത്. കഴിഞ്ഞ പ്രാവശ്യവും നമ്മുടെ ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്തവർക്ക് ഈ പറയുന്ന 20 മാർക്കിന് 18-19 മാർക്ക് ഗ്യാരണ്ടീഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു അവസരം നിങ്ങളെ കാത്തിരിക്കുന്നു. മാക്സിമം പേര് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 300 എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറയുന്ന സെക്ഷൻ 300? നമ്മുടെ IPC-യിലെ ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 300 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? കൊലപാതകം അല്ലെങ്കിൽ മർഡർ. അപ്പോ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡില് കൊലപാതകത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ചോദിച്ചാൽ അത് ഏതാണ്? സെക്ഷൻ 300 ആണ്. അപ്പൊ 299 എന്ന് പറഞ്ഞാൽ എന്താണ്? കൾപ്പബിൾ ഹോമിസൈഡ്, അല്ലെങ്കിൽ എന്താണ്? നമ്മൾ കൾപ്പബിൾ ഹോമിസൈഡിനെ കുറിച്ചാണ് പറഞ്ഞത്. കുറ്റകരമായ നരഹത്യയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ കുറ്റകരമായ നരഹത്യയും കൊലപാതകവും ഒന്നല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ കുറ്റകരമായ നരഹത്യയാണെങ്കിൽ അത് 299 ആണ്. എന്നാൽ 300 ആണെങ്കിൽ അത് എക്സാക്ട് മർഡർ ആണ്, കൊലപാതകമാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? സെക്ഷൻ 300 ആണ്. അപ്പൊ എന്താണ് കൊലപാതകം എന്ന് പറഞ്ഞാല്? ഒരു വ്യക്തിയെ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കുകയോ മറ്റേതെങ്കിലും തരത്തിൽ ആ വ്യക്തിയുടെ ജീവന് ഹാനി സംഭവിപ്പിക്കത്തക്ക വിധം ആ വ്യക്തിയെ മരണത്തിലോട്ട് നയിക്കുകയും ചെയ്യുന്ന ഏതൊരു കുറ്റവും എന്താണ്? സെക്ഷൻ 300 പ്രകാരം കൊലപാതകമാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, ഒരു പോലീസ് കേസ്, ഒരു കൊലപാതകം സംഭവിക്കുമ്പോൾ, കൊലപാതകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാള് മരിക്കുകയാണ്, അല്ലെ? ഒരു സിറ്റുവേഷനിൽ ആ ഒരു വ്യക്തി മരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു വ്യക്തി മരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ 299 കുറ്റവും വരും. അതുപോലെ തന്നെ സെക്ഷൻ 300
വകുപ്പ് അതിനകത്ത് ഉൾപ്പെടും. ഒരു കുറ്റകൃത്യം സംഭവിച്ചാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വകുപ്പുകളും എന്ത് ചെയ്യും, പോലീസ് ചാർജ് ചെയ്യും. എല്ലാം കൂടി ചേർത്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, ശിക്ഷ കിട്ടുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കിയേക്കുക. അപ്പൊ 300 എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, എക്സാക്ട് മർഡർ ആണ് വരുന്നത്. ഒരു വ്യക്തിയെ എന്ത് ചെയ്യാണ്, ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കുകയോ മറ്റേതെങ്കിലും ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തില് ആ ഒരു വ്യക്തിയുടെ ജീവന് ഹാനി സംഭവിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ വ്യക്തിയെ മരണത്തിലേക്ക് നയിച്ചാൽ, അല്ലെങ്കിൽ ആ വ്യക്തിയെ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ, ആ വ്യക്തിയെ മരണത്തിലേക്ക് പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ എന്ത് തന്നെയാണ്, അത് 300 പ്രകാരം കൊലപാതകമാണ്. അപ്പൊ ഇതിനകത്ത് പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കുക, ഒരു വ്യക്തിയെ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കുകയോ, അപ്പൊ മാനസികമായിട്ട് നമ്മൾ ഒരാളെ ടോർച്ചർ ചെയ്യുന്നു, ഒരാളെ പീഡിപ്പിക്കുന്നു, അങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ട് അയാൾ പോയി ആത്മഹത്യ ചെയ്താലും അതെന്തേ വരത്തുള്ളൂ, കൊലപാതകത്തിനകത്തേ വരത്തുള്ളൂ. അതാണ് ഇതിനകത്ത് പറയുന്നത്. ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കുകയോ മറ്റേതെങ്കിലും തരത്തിൽ എന്ത് ചെയ്യുന്നു, ആ വ്യക്തിയുടെ ജീവന് ഹാനി ഉണ്ടാക്കുന്ന വിധത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം കറങ്ങി തിരിഞ്ഞു വരുന്ന എന്താണ്, ഈ പറയുന്ന സെക്ഷൻ 300-നകത്താണ്, കൊലപാതകത്തിനകത്തുള്ള കാര്യം മനസ്സിലാക്കിയേക്കുക. അപ്പൊ 299 കൾപ്പബിൾ ഹോമിസൈഡ് ആണ്, 300 എന്ന് പറഞ്ഞാൽ മർഡർ ആണ്, കൊലപാതകമാണ്. അപ്പൊ എന്താണ് സെക്ഷൻ 301 എന്ന് പറഞ്ഞാല്, അത് ഒരു കോമഡിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ മറ്റൊന്നുമില്ല, ഇപ്പോ 3 പേര്, ഓക്കെ, ഇപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു, 3 പേരുടെ കേസ് നമുക്ക് എടുക്കാം. ഓക്കെ, ഇതിപ്പോ 3 ആൾക്കാരുണ്ടല്ലോ. ഈ 3 ആൾക്കാർ എന്ത് ചെയ്യാണ്, ഈ ഒന്നാമത്തവന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, ഈ രണ്ടാമത്തെ ആളെ കൊല്ലുക എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് പേരിട്ടുള്ളൂ. നമുക്കിപ്പോ രാമു, ഇത് രാമുവും ഇത് രാജുവും, ഇതാരാണ്, അപ്പുവും. ഓക്കെ, രാമു, രാജു, അപ്പു. ഓക്കെ, അപ്പൊ ഈ രാമുവിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, രാജുവിനെ നൈസായിട്ട് എന്ത് ചെയ്യുക, തട്ടുക എന്നാണ് കേട്ടോ. അപ്പൊ ഈ രാമു എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ, രാജുവിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ദൂരെ ഒരു ബോംബ് എടുത്താൻ കയറിയാണ്. രാമു രാജുവിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഒരു ബോംബ് എടുത്താൻ കയറിയാണ്. പക്ഷെ ഈ പാവപ്പെട്ട രാജു എന്ത് ചെയ്യുന്നു, നൈസായിട്ട് അവിടെ നിന്ന് മാറുന്നു. അപ്പൊ ആ ബോംബ് വന്ന് വീഴുന്ന ആരുടെ തലയിലാണ്, അപ്പുവിന്റെ തലയിലാണ്. ഓക്കെ, അതാണ് പറഞ്ഞത്, ചക്കിന് വെച്ചത് ആർക്കും കൊള്ളുക, കൊക്കിന് കൊള്ളുക എന്നല്ലേ. അപ്പൊ ചക്കിന് വെച്ചത് ആർക്ക് കൊണ്ടു, ഇവിടെ കൊക്കിന് കൊണ്ടു. അങ്ങനെ രാമു രാജുവിനെ കൊല്ലാനായിട്ട് ഉദ്ദേശിച്ചു, പക്ഷേ ഈ പണി കിട്ടിയത് ആർക്കാണ്, അവിടെ കൂടി നടന്നുപോയ പാവപ്പെട്ട അപ്പുവിനാണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പൊ മറ്റൊന്നുമില്ല, മരണം ഉദ്ദേശിച്ച വ്യക്തിയല്ലാതെ മറ്റൊരു വ്യക്തിയുടെ മരണത്തിന് കാരണമാകുന്ന നരഹത്യയാണ് എന്ത്, ഈ പറയുന്ന സെക്ഷൻ 301. ഓക്കെ, അപ്പൊ കൾപ്പബിൾ ഹോമിസൈഡ് ബൈ കോസിംഗ് ഡെത്ത് ഓഫ് എ പേഴ്സൺ അതർ ദാൻ ദ പേഴ്സൺ ഹൂ ഡെത്ത് വാസ് ഇന്റൻഡഡ്. അപ്പോ എന്താണ്, ആള് മാറിക്കൊല്ലുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ആള് മാറിക്കൊല്ലുക, അത്രേ ഉള്ളൂ. അപ്പോ രാമു രാജുവിനെയാണ് കൊല്ലാൻ വേണ്ടി ബോംബ് പറഞ്ഞത്. പക്ഷെ രാജു വിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറിയപ്പോഴത്തേക്കും ബോംബ് വന്നിരുന്ന ആരുടെ കയ്യിലാണ്, അപ്പുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിനകത്ത് വരുന്ന സെക്ഷൻ 301 എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ 301 എന്താണ് പറയുന്നത്, ആള് മാറിക്കൊല്ലുക. ആള് മാറിക്കൊല്ലുന്നതിനാണ് സെക്ഷൻ 301 പറയുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ചു നോക്കാം. ഒരു വ്യക്തി ആരുടെ മരണമാണോ ഉദ്ദേശിച്ചത് അയാൾക്ക് പകരം മറ്റൊരു വ്യക്തിയുടെ മരണത്തിന് കാരണമായേക്കാവുന്ന ഏതൊരു കുറ്റകൃത്യവും എന്താണ്, സെക്ഷൻ 301 പ്രകാരം കുറ്റകരമായിട്ടുള്ള നരഹത്യയായിട്ട് കണക്കാക്കുന്നതാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഈ പറയുന്ന സെക്ഷൻ 301 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ആള് മാറിക്കൊല്ലുക എന്നുള്ളത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ 299 കൾപ്പബിൾ ഹോമിസൈഡ്, 300 എന്ന് പറഞ്ഞാൽ കൊലപാതകം, 301 എന്ന് പറഞ്ഞാൽ ആള് മാറിക്കൊല്ലുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് എന്താണ്, സെക്ഷൻ 302 എന്നുള്ളതാണ്. എന്താണ് 302 എന്ന് പറഞ്ഞാൽ കൊലപാതകത്തിനുള്ള ശിക്ഷയാണ് കേട്ടോ. കൊലപാതകത്തിനുള്ള ശിക്ഷയാണ് 302. അപ്പൊ പണിഷ്മെന്റ് ഫോർ മർഡർ ആണ് എന്ത്, ഈ പറയുന്ന 302 എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോ കൊലപാതകമാണ് എന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കണേ. 299 കൾപ്പബിൾ ഹോമിസൈഡ്, എനിക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ടല്ല വീണ്ടും വീണ്ടും പറയുന്നത്, മനസ്സിൽ ഉറക്കാൻ വേണ്ടിയിട്ടാണ്. 299 കൾപ്പബിൾ ഹോമിസൈഡ്, 300 എന്ന് പറഞ്ഞാൽ കൊലപാതകം, 301 എന്ന് പറഞ്ഞാൽ ആളുമാറിയുള്ള കൊലപാതകമാണ്. ഈ 300-നുള്ള ശിക്ഷയാണ് നമ്മൾ എവിടെ കൊടുക്കുന്നത്, 302 കൊടുക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ 300 എന്ന് പറഞ്ഞാൽ എന്താണ്, മർഡർ ആണ്, കൊലപാതകമാണ്. ഈ കൊലപാതകത്തിനുള്ള ശിക്ഷയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന 302-നകത്ത് നമ്മൾ കൊടുക്കുന്നത്. അതാണ് കൊലപാതകത്തിനുള്ള ശിക്ഷ, അല്ലെങ്കിൽ പണിഷ്മെന്റ് ഫോർ മർഡർ എന്ന് പറയുന്നത്. അപ്പൊ കൊലപാതകം നടത്തുന്ന ഏതൊരു വ്യക്തിയും ഏത് വിധേനയുള്ള കൊലപാതകമാണെങ്കിലും സെക്ഷൻ 302 പ്രകാരം എന്ത് ചെയ്യാണ്, മരണശിക്ഷയോ വധശിക്ഷയോ ജീവപര്യന്തമോ തടവ് നൽകിക്കൊണ്ട് ശിക്ഷിക്കപ്പെടുന്നതും കൂടാതെ പിഴ ശിക്ഷയ്ക്കും അർഹനാവുന്നതുമാണ്. അപ്പോ കൊലപാതകത്തിനുള്ള ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് നമ്മൾ പറയേണ്ടത്, മരണശിക്ഷയോ ജീവപര്യന്തം തടവോ അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഇതിന്റെ കൂടാതെ ചിലപ്പോൾ പിഴ ശിക്ഷയും കൊടുക്കും കേട്ടോ. അപ്പൊ മരണശിക്ഷ, ജീവപര്യന്തം, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, പിഴ. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കൊലപാതകത്തിനായിട്ടുള്ള ശിക്ഷയായിട്ട് കൊടുക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയേക്കുക. ഓക്കെ.
അപ്പോൾ എന്നെ കൂടെ എന്ന് പറയാനായിട്ട് ശ്രമിക്കുക. 299 എന്ന് പറഞ്ഞാൽ കൾപ്പബിൾ ഹോമിസൈഡ് ആണ്, കുറ്റകരമായ നരഹത്യയാണ്. 300 എന്ന് പറഞ്ഞാൽ കൊലപാതകം അല്ലെങ്കിൽ മർഡർ ആണ്. 301 എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുമാറി കൊല്ലുകയാണ്. 302 എന്ന് പറഞ്ഞാല് കൊലപാതകത്തിനുള്ള ശിക്ഷയാണെന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കിയേക്കുക. അപ്പൊ നമുക്കിനി നോക്കാനുള്ളത് എന്താണ് 303 എന്നാണ് കേട്ടോ. 303 എന്ന് പറഞ്ഞാൽ ആക്ച്വലി അഹങ്കാരമാണ്, വേറെ ഒന്നുമല്ല. എന്ത് ചെയ്യാണ്? ഒരു വ്യക്തിയെ, ഇപ്പോ ഞാൻ ഈ പറയുന്നതാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു? ജീവപര്യന്തം, എ എന്ന് പറയുന്ന ആൾക്ക് ഇപ്പൊ ജീവപര്യന്തം എന്ത് ചെയ്യാണ്? തടവ് ശിക്ഷ കിട്ടുകയാണ്. അപ്പോ എക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാരണമായത് എന്താണ്? ബി എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു? സാക്ഷി പറഞ്ഞുകൊണ്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ബി സാക്ഷി പറഞ്ഞുകൊണ്ടാണ് എക്ക് ജീവപര്യന്തം കിട്ടുന്നത്. അപ്പൊ ജീവപര്യന്തം അനുഭവിച്ചുകൊണ്ടിരുന്ന എക്ക് എന്ത് കിട്ടുന്നു? ഒരു ദിവസം പരോള് കിട്ടുന്നു. അപ്പൊ പരോള് കിട്ടാൻ നേരത്ത് സ്വാഭാവികമായിട്ട് ഏ എന്ന് ആരെ കാണും? നീ അന്ന് സാക്ഷി പറഞ്ഞുകൊണ്ടല്ലേടാ ഞാൻ അന്ന് ജയിലിൽ പോയത് എന്നുള്ള വാശി ആരുടെ മനസ്സിൽ കാണും? ഈ പറയുന്ന എയുടെ മനസ്സിൽ കാണും. അപ്പൊ സ്വാഭാവികമായിട്ട് എ എന്ത് ചെയ്യുന്നു? ബി എ കാണുമ്പോൾ ചെറിയൊരു തടികഷ്ണം എടുത്ത് മെഡില അബ്ലം കണ്ടിട്ട് അടി എടുക്കുന്നു. ഓക്കെ, ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ബി തട്ടിപ്പോകുന്നു. ഓക്കെ, അപ്പൊ ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ട അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? അവിടെ ഒരു കൊലപാതകം നടത്തുകയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ കൊലപാതകം ചെയ്താൽ എന്താ സംഭവിക്കാന്നറിയാവോ? അങ്ങനെയുള്ളവനെ ഡയറക്റ്റ് ആയിട്ട് പിടിച്ചങ്ങ് തൂക്കിക്കൊല്ലും കേട്ടോ. മര്യാദയ്ക്ക് ജീവപര്യന്തം കഴിഞ്ഞ് പുറത്തിറങ്ങേണ്ടവൻ എന്ത് ചെയ്യുന്നു? ആ പരോളിന്റെ ഇടയിൽ തന്നെ ചെന്നിട്ട് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? അങ്ങ് കൊല്ലയാണ്. എന്ന് പറയുന്ന വ്യക്തി ജീവപര്യന്തത്തിന് പോകുന്നു. അതിന് സാക്ഷിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടുള്ള ബി എ എന്ത് ചെയ്യുന്നു? നൈസായിട്ട് തലകടിച്ചും കൊല്ലയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ജീവപര്യന്ത തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തി നടത്തുന്ന കൊലപാതകമായിട്ട് അത് മാറുന്നു. അങ്ങനെയുള്ള സെക്ഷനെ നമ്മൾ പറയുന്നതാണ് എന്ത്? സെക്ഷൻ 303. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തി കൊലപാതകം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ശിക്ഷയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് കിട്ടുന്ന എന്താണ്? മരണശിക്ഷ നൽകി ശിക്ഷിക്കപ്പെടുന്നത് ആണ് കേട്ടോ. അപ്പോ ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ട ഒരു വ്യക്തി കൊലപാതകം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നു? മരണശിക്ഷ അല്ലെങ്കിൽ വധശിക്ഷ നൽകി ശിക്ഷിക്കാവുന്നതാണ് എന്ന് ഇന്ത്യൻ പീനൽ കോഡിനകത്ത് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച സെക്ഷൻസ് ഞാൻ ഒന്നും കൂടി പറയുന്നു. 299 കൾപ്പബിൾ ഹോമിസൈഡ്, 300 കൊലപാതകം, 301 ആളുമാറി കൊല്ലുക, 302 കൊലപാതകത്തിനുള്ള ശിക്ഷ, 303 എന്താണ്? ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ട ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? നടത്തുന്ന കൊലപാതകമാണെങ്കിൽ അത് 303 ആണ്. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? നമ്മൾ മരണശിക്ഷ നൽകി ശിക്ഷിക്കപ്പെടാവുന്നത് കൂടി ആണ് കേട്ടോ. എന്തായാലും നമ്മൾ ഈ പറഞ്ഞ 299 മുതൽ 303 വരെയുള്ള കേസ് നിങ്ങൾക്ക് ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഈ പറയുന്ന ശരീരത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഒഫൻസസ് അഗെയിൻസ്റ്റ് ബോഡി എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ കവർ ചെയ്യണമെങ്കിൽ ഒരു ക്ലാസിന്റെ ആവശ്യം കൂടിയുണ്ട്. അപ്പൊ നമുക്ക് ഒറ്റ ക്ലാസ്സിൽ തീർക്കാവുന്ന ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ പറയുന്ന കണക്കിന് എല്ലാം കൂടി ഒരുമിച്ചായാലും നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഈ പറയുന്ന കണക്കിന് ക്ലാസ് ഉണ്ടാവത്തില്ല. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഗ്യാപ്പ് ഇട്ടായിരിക്കും ഉണ്ടാവുക. ആഴ്ചയിൽ എന്തായാലും 2 ക്ലാസ് നിങ്ങൾക്ക് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കേസിൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ് നമ്മൾ ഈ പറയുന്ന കണക്കിന് എക്സാമിന് 1-2 ആഴ്ചയ്ക്ക് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ചെയ്ത് റിവിഷനും നടത്തിയിരിക്കും. അത് നിങ്ങൾക്ക് മുന്നേ എന്റെ ക്ലാസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാവുന്ന കേസാണ്. നമ്മളത് 2 റൗണ്ട് റിവിഷനും നടത്തും. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. മൊത്തത്തിൽ നിങ്ങളെ സെറ്റ് ആക്കിയിട്ടേ വിടത്തുള്ളൂ. അപ്പൊ എന്തായാലും ഈ പറയുന്ന കണക്കിന് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? അത് കമന്റ് മുഖേന എന്നെ അറിയിക്കുക. അപ്പൊ നിങ്ങളുടെ കമന്റ്സ് കാണുമ്പോഴേ എനിക്കത് മനസ്സിലാകത്തുള്ളൂ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ എന്തായാലും നമ്മുടെ CPO അല്ലെങ്കിൽ WCPO പരീക്ഷ എഴുതാൻ പോകുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞതാണ്. 500 രൂപ എന്ത് ചെയ്യുക? ഈ നമ്പറിലേക്ക് 996111696272 എന്ന് പറയുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ എന്ത് ചെയ്യുക? വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് നിങ്ങൾ അയക്കുക കേട്ടോ. സ്ക്രീൻഷോട്ട് അയക്കുക. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? അതേ ദിവസം തന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ക്ലാസ്സുകൾ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് കൂടി എന്ത് ചെയ്യുക? നമ്മുടെ ഈ പറയുന്ന പോലീസിന്റെ ക്ലാസ്സുകളൊന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പൊ പുതിയ വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.